കൃപയുടെ വാസസ്ഥലം കൃപാസനം. അടയാളം ചോദിച്ചു. വിത്തിൻ സെക്കൻഡ്സ് തന്നെ ഉടമ്പടിയുടെ ബുക്കിൽ 26-ാം പേജിൽ 6-5 എന്നുള്ളൊരു നമ്പറാണ് എനിക്ക് അമ്മ കാണിച്ചത്. പെട്ടെന്ന് എൻ്റെ കണ്ണ് വീണ്ടും ക്ലോക്കിലേക്ക്, വീടിനെ വെച്ചിരിക്കണ ക്ലോക്കിലേക്ക് വീണ്ടും പോയി. അപ്പോഴും ഒരു അടയാളം നടക്കണ്ടേ. 7-നും 6-നും ഇടയിൽ സെക്കൻഡ് സൂചി നിൽക്കുന്നു. ആ സ്പോട്ടിൽ ലാപ്ടോപ്പ് ഓഫായി പോയി. ഞാനങ്ങനെ അമ്മയുടെ രൂപം കൊടുത്തിട്ട് അമ്മയെന്നും പറഞ്ഞ് ഞാൻ വിളിച്ചു. ഹൈലൈറ്റ് ചെയ്ത് തന്നെ എനിക്ക് ആൻസർ ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ വന്നുകൊണ്ടിരുന്നു. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു രൂപമാണ് അമ്മയുടെ കാശുരൂപം. എൻ്റെ പേര് അർഷിൻ, ഞാൻ വരാപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ജാനുവരി 22-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. കാനഡയിലേക്ക് പോകാനുള്ളൊരു ആഗ്രഹം കൊണ്ടായിരുന്നു. വളരെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തുടങ്ങിയുള്ള ആഗ്രഹമായിരുന്നു. ആ സമയത്ത് വീട്ടിൽ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ സമയത്തൊന്നും സമ്മതിക്കില്ലായിരുന്നു. പേടി കൊണ്ടാണ്. കാരണം ഇത്രയും വലിയൊരു കടബാധ്യതയ്ക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ സമ്മതിക്കാഞ്ഞത്. പിന്നെ 3 കൊല്ലം കഴിഞ്ഞു. 2017-ലാണ് ഡിഗ്രി കഴിഞ്ഞത്. 4 കൊല്ലത്തോളം കഴിഞ്ഞു വീട്ടിൽ സമ്മതിച്ചപ്പോൾ. അപ്പോൾ IELTS എന്ന് പറയുന്നത് എനിക്കൊരു ചലഞ്ചിങ് ഫാക്ടറായിരുന്നു. അങ്ങനെ ഞാൻ 2022 ജാനുവരി 22-ാം തീയതി ഇവിടെ വന്നു. ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയിട്ട് ദിവസവും പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അങ്ങനെ ജപമാല കഴിഞ്ഞിട്ട് ഉടമ്പടി പ്രാർത്ഥനയുടെ ഇടയിൽ ഞാനിങ്ങനെ അമ്മയോടൊരു അടയാളം ചോദിച്ചു. പാസ്സാവുന്നുള്ളൊരു ആൻസൈറ്റി കൊണ്ടാണ്. കാരണം മലയാളം മീഡിയത്തിൽ നിന്നാണ് ഫുള്ള് പഠിച്ചത്. SLC ആണെങ്കിലും +2 ആണെങ്കിലും എല്ലാം മലയാളം മീഡിയത്തിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ വളരെ ചലഞ്ചിങ് ഫാക്ടറായിരുന്നു എനിക്ക്. അങ്ങനെ അടയാളം ചോദിച്ചു. വിത്തിൻ സെക്കൻഡ്സ് തന്നെ ഞാൻ ഉടമ്പടിയുടെ ബുക്കിൽ 26-ാം പേജിൽ 6-5 എന്നുള്ളൊരു നമ്പറാണ് എനിക്ക് അമ്മ കാണിച്ചത്. 2 സെക്കൻഡ്സിനുള്ളിൽ എനിക്ക് അടയാളം തന്നു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണ് വീണ്ടും ക്ലോക്കിലേക്ക്, വീടിനെ വെച്ചിരിക്കണ ക്ലോക്കിലേക്ക് വീണ്ടും പോയി. അപ്പോഴും ഒരു അടയാളം നടക്കണ്ടേ. 7-നും 6-നും ഇടയിൽ സെക്കൻഡ് സൂചി നിൽക്കുന്നു. അപ്പോഴും ഞാൻ ഉറപ്പിച്ചു, വിശ്വസിച്ചു 6.5 എന്ന് പറയുന്നൊരു സ്കോറായിരിക്കും കിട്ടുന്നതെന്നുള്ളത്. അങ്ങനെ ഡേറ്റ് വന്നു, IELTSൻ്റെ ഡേറ്റ് വന്നു. സ്പീക്കിങ്ങിന് പോയിട്ട് ഇൻ പേഴ്സൺ ആയിരുന്നില്ല, ലാപ്ടോപ്പായിരുന്നു. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. എങ്കിലും ലാപ്ടോപ്പ് പവർ ഓഫ് ആയിപ്പോയി. പകുതി ആയിപ്പോഴേക്കും ഞാൻ എക്സാമിനറോട് പറയുന്നുണ്ട്, ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നു, ലോ ബാറ്ററി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സാമിനർ പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ട് 3-ൽ വെച്ചിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസോളം ഞാൻ ആൻസർ ചെയ്തു. ആ സ്പോട്ടിൽ ലാപ്ടോപ്പ് ഓഫായി പോയി. അങ്ങനെ വീണ്ടും ഞാൻ ശരിക്കും ന്യൂട്രൽ എന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി. കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അങ്ങനെ വീണ്ടും ഞാൻ പുറത്തേക്ക് വന്നു. അപ്പോൾ അവർ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു എന്തായാലും റീഅറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ ബ്ലാങ്ക് എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സ്പീക്കിങ്ങിന് കയറി. ആ സെയിം കാര്യങ്ങൾ തന്നെ, എന്താണോ മുമ്പ് ചോദിച്ചത് ഒരു വ്യത്യാസമില്ലാണ്ട് ആ സെയിം കാര്യങ്ങളാണ് ചോദിച്ചത്. പക്ഷേ എങ്കിലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഷോക്കിലിരിക്കുമ്പോൾ വീണ്ടും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പലയിടത്തും സ്റ്റോപ്പായിപ്പോയി. അങ്ങനെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടോടെയാണ് തിരിച്ചു വന്നത്. അങ്ങനെ വണ്ടി എടുത്തു തിരിച്ചു പോന്നു. അപ്പോൾ റോട്ടിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഈ കാര്യങ്ങളാണ്, പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള മൈൻഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോഴും ഞാൻ വണ്ടിയുടെ മീറ്ററിലേക്ക് നോക്കുമ്പോഴും അവിടെ 6.5 എന്ന് പറഞ്ഞൊരു ഡിജിറ്റാണ് കാണിക്കുന്നത്. അപ്പോഴും ഞാൻ വിശ്വസിച്ചു അമ്മ 6.5 എന്ന് പറഞ്ഞ സ്കോറാണ് എനിക്ക് തരാൻ പോകുന്നതെന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞു. LRW വന്നു. LRWനും ഞാൻ ചെന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് റീഡിങ്. അപ്പോൾ റീഡിങ്ങിന് ലിസണിങ് കഴിഞ്ഞു. റീഡിങ്ങിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് 5 മിനിറ്റോളം എനിക്കൊന്നും ആൻസറേ കിട്ടുന്നില്ല. ഭയങ്കര ടഫസ്റ്റുള്ള പാരഗ്രാഫായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയുടെ കാശുരൂപം കൊണ്ടാണ് ടെസ്റ്റ് സെൻറ്ററിൽ പോയത്. ഞാനങ്ങനെ അമ്മയുടെ രൂപം കൊടുത്തിട്ട് അമ്മയെന്നും പറഞ്ഞ് ഞാൻ വിളിച്ചു. മനസ്സിൽ ഞാൻ വിളിച്ചു ഉള്ളിൽ നിന്നിട്ട്. അങ്ങനെ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള സെക്ഷനാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അതുപോലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കാശുരൂപം കൊടുത്തു, അമ്മയെന്ന് വിളിച്ച്. പിന്നെ എല്ലാ ആൻസറും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കണ്ണിലേക്ക് ഇങ്ങനെ. ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ എനിക്ക് ആൻസർ ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ വന്നുകൊണ്ടിരുന്നു വെച്ചു. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ 14 ദിവസം കഴിയണം റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഭയങ്കര പേടിയാണ് എന്താണെന്നുള്ളത്. കാരണം ഞാൻ ഓൾറെഡി ഒരു അറ്റംപ്റ്റ് നടത്തിയതാണ്. അങ്ങനെ റീഡിങ്ങിന് തന്നെയാണ് എനിക്ക് പോയതും. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൽ കാൻഡിൽ പ്രയറിട്ടാണ് പ്രാർത്ഥിച്ചത്. പക്ഷെങ്കിലും തെറ്റിലൂടെയുള്ള ജീവിതമായിരുന്നു. ഉടമ്പടി എന്ന് പറയുമ്പോഴേക്കും നമ്മളെ തന്നെ ശുദ്ധീകരിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. തെറ്റുകളിൽ നിന്നെല്ലാം മാറി
വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കണേ. പക്ഷേ ലൈറ്റ് കാൻഡിൽ പ്രകാരം പ്രാർത്ഥിച്ചെങ്കിലും വളരെ ഒരു ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. IELTS കിട്ടി, അതേപോലെ റിസൾട്ട് വന്നത് മാർച്ച് പകുതിയോടെയാണ് വന്നത്. അപ്പോൾ ഒട്ടുമിക്ക സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം. അങ്ങനെ സെപ്റ്റംബർ ഇൻടേക്കിൻ്റെ ഒട്ടുമിക്ക കോളേജസിലും സീറ്റ് ഫില്ലായി. നിസ്സാരമായിട്ടുള്ള കോളേജസ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കോഴ്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല അവിടെ. നമുക്ക് ഏതൊരു കോഴ്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിസ റിജക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളത് വേറെ ഫീൽഡായതുകൊണ്ട് ആ ഫീൽഡിലുള്ള കോഴ്സ് തന്നെ ഞാൻ നോക്കി. അങ്ങനെ കോളേജെല്ലാം ഫില്ലാണെന്ന് ഇങ്ങനെ കൺസൾട്ടൻസി പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു പയ്യൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന്. ആ പയ്യൻ എന്നോട് പറഞ്ഞു അവനിങ്ങനെ ആ ഒരു കോഴ്സിനാണ് അപ്ലൈ ചെയ്തത്, ഒരു കോളേജിൽ ആ കോഴ്സിന് റീ ഓപ്പൺ ആയിട്ടാണ് തോന്നുന്നു, ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഒരു പരിചയമില്ല ആ പയ്യനെ. അങ്ങനെ ഞാൻ കയറി ചെക്ക് ചെയ്തു, കൺസൾട്ടൻസി ആയിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ ടോട്ടലി 3 കോളേജിൽ ഞാൻ അപ്ലൈ ചെയ്തു ആ ടൈമിൽ. സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വേണ്ടി 2 സെപ്റ്റംബർ ഇൻടേക്കും 1 ജാനുവരി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നത്. അതേപോലെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് അറിയാം, IELTS വേണ്ടിയിട്ടും അതേപോലെ OET വേണ്ടി വന്നിരിക്കുന്ന ഒരുപാട് പേര്. ആ അമ്മയുടെ കാശുരൂപം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു രൂപമാണ് അമ്മയുടെ കാശുരൂപം. അത് വെച്ച് പ്രാർത്ഥിച്ചില്ല എന്തായാലും കിട്ടും. കാരണം എൻ്റെ 2 കൂട്ടുകാരെ എൻ്റെ ഒരു കൂട്ടുകാരി അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, ഉടമ്പടി എടുപ്പിച്ചു. 3 തവണ അവൾ ഫെയിലായതാണ്. 4ാമത്തെ തവണ അവളെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു, അവൾ പാസ്സായി. അതേപോലെ എൻ്റെ അനിയൻ, ആൻറ്റിയുടെ മകൻ, അവൻ ആദ്യത്തെ തവണ പോയി 5.5 ആയി പോയി. 2ാമത്തെ തവണ അവനെ ഞാനിവിടെ കൊണ്ടുവന്നു. ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല, പക്ഷെ ഞാൻ അവനോടെ കൊണ്ടുവന്നു. അവന് ഓവറോൾ 7ഓടെ അവൻ പാസ്സായത്. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അർഷിൻ്റെ സാക്ഷ്യം വ്യക്തമാണ്. കൃപാസനത്തിലൂടെ കടന്നു വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ ഈ മകൻ ചോദിച്ചത് എനിക്കൊരു അടയാളം വേണമെന്ന് പറഞ്ഞു. അടയാളം എന്ന് പറഞ്ഞാൽ പിന്നെ അടയാളങ്ങളുടെ പെരുമഴയായിരുന്നു അല്ലേ? അതെ, അതായത് നോക്കിയപ്പോൾ ബുക്കിൽ 6.5 കണ്ടു എന്ന് പറഞ്ഞു. 6.5 എന്ന് നമ്പർ കണ്ടപ്പോൾ പരിശുദ്ധ അമ്മ ഈ മകനെ ഓർമ്മിപ്പിച്ചു, നിൻ്റെ സ്കോർ 6.5 ആണ്. വീണ്ടും ക്ലോക്കിലോട്ട് നോക്കിയപ്പോൾ 6-നും 7-നും ഇടയ്ക്ക് സൂചി നിൽക്കുന്നു. അപ്പോഴും പരിശുദ്ധമ്മ പറഞ്ഞു നിൻ്റെ സ്കോർ 6.5 ആണ്. വീണ്ടും എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്നു. അവിടെയും കുറേ പ്രശ്നങ്ങൾ, ലാപ്ടോപ്പ് ഓഫായി പോയി അല്ലേ, അങ്ങനെ കുറേ വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നു. പക്ഷേ ഈ മകൻ പറഞ്ഞ് നിങ്ങൾ സാക്ഷ്യത്തിൽ ശ്രദ്ധിച്ച് കാണും, അതായത് റീഡിങ്ങിൻ്റെ സമയത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനൊക്കെ ആൻസർ പരിശുദ്ധമ്മ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു അല്ലേ? അതെങ്ങനെയാണ് റീഡ് ചെയ്യാൻ പറ്റിയത്, എങ്ങനെയാണെന്ന് പറയാമോ? അതായത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. ഭയങ്കര ടഫായിട്ടുള്ള പാരഗ്രാഫായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് ഈസി ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതുപോലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒട്ടും കിട്ടാണ്ട് കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ അമ്മയുടെ രൂപമായിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. രൂപം കയ്യിലെടുത്ത് മുറുക്കി പിടിച്ച് ഞാൻ അമ്മയെന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ആ പാരഗ്രാഫ് എനിക്ക് ശരിക്കും ഫുള്ള് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫുള്ള് വായിക്കും, ആ ഒരു പർട്ടിക്കുലർ വൊക്കാബുലറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് ഫുൾ പാരഗ്രാഫ് വായിക്കേണ്ടി വന്നില്ല. ആ ആൻസർ ഏതാണോ അത് ഹൈലൈറ്റ് ചെയ്ത് അത് ആൻസറായിട്ട് തന്നെ കണ്ണിലേക്ക്. അത് പുറപ്പാട് 33:14 തിരുവചനമാണത്. ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പോൾ ഈ മകൻ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പറഞ്ഞത് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചു. പരിശുദ്ധ അമ്മ തന്നെയാണ്. പിന്നെ എക്സാം എഴുതാൻ പോകുന്നവരോടും ഈ സഹോദരൻ പറഞ്ഞത്, ഈ അർഷിനെന്ന ഈ സഹോദരൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അതായത് അത് പരിശുദ്ധ അമ്മ തന്നെയാണ് നിങ്ങളുടെ കൂടെ വരുന്നത് കാശുരൂപത്തിലൂടെ. അപ്പോൾ ഇങ്ങനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ഉത്തരം പറഞ്ഞു കൊടുത്തു. കുറേ നാൾക്ക് മുമ്പാണ് എടപ്പള്ളിയിൽ നിന്നൊരു സഹോദരി, ഒരു മകള് B.Pharm പഠിക്കുന്ന മകള് ഇവിടെ കൃപാസനത്തിന് സാക്ഷ്യം പറഞ്ഞത് പ്രകാരമാണ്, ഒരു പേപ്പർ മകൾക്ക് എപ്പോഴും ഫെയിലായി പോകും. അപ്പോൾ ഇങ്ങനെ സപ്ലിമെൻ്ററി എക്സാം എഴുതുന്ന സമയത്ത് എക്സാം ഹാളിൽ ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എനിക്ക് ആൻസേഴ്സ് എല്ലാം പറഞ്ഞു തന്നു എന്നാണ് ആ മകൾ വ്യക്തമായിട്ട് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞത്. അതായത് ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എനിക്ക് ഉത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അവളുടെ കഴിവ് കൊണ്ട് ആ ഫാർമക്കോളജി B.Pharm കോഴ്സിൻ്റെ ആ പേപ്പർ അവൾക്ക് പാസ്സാകാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ ഈ സഹോദരൻ പറഞ്ഞ സാക്ഷി പ്രകാരമാണ് എൻ്റെ കയ്യിൽ നിന്ന് കൈ വിട്ടുപോയി എന്നുള്ള ആ ഒരു വിഷയം വന്നപ്പോൾ പരിശുദ്ധമ്മ എന്നെ സഹായിച്ചു. ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. മകൻ അത് തന്നെ മാർക്ക് ചെയ്തു. മകന് പാസ്സാകാൻ പറ്റി. പിന്നെ തിരിച്ചു വന്നപ്പോഴും പരിശുദ്ധമ്മയോട് ഈ ടെൻഷൻസ് എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വണ്ടി ഓടിച്ചു വരുന്നത്. അപ്പോൾ വണ്ടിയിൽ നോക്കിയപ്പോൾ റീഡിംഗ് മീറ്ററിലോട്ട് നോക്കിയപ്പോൾ അവിടെയും 6.5 അല്ലേ, 6.5 കാണുന്നു. അപ്പോഴും പരിശുദ്ധമ്മ ഈ മകനെ ഓർമ്മപ്പെടുത്തി നിൻ്റെ സ്കോറ് 6.5 ആണെന്ന്. വീണ്ടും നമ്മൾ കേട്ടു എല്ലാ സ്ഥലത്തോട്ടുള്ള അഡ്മിഷൻ ക്ലോസ് ആയപ്പോൾ അപരിചിതമായ മേഖലയിൽ നിന്ന് ഒരു സഹായം ഈ മകന് കിട്ടിയെന്ന് പറഞ്ഞു. ആ സുഹൃത്തിനെ ഇതിനു മുമ്പ് അറിയില്ലെന്ന് പറഞ്ഞു അല്ലേ, അറിയില്ല. അപ്പോൾ ആ സുഹൃത്ത് ഇങ്ങോട്ട് പറഞ്ഞു
നീ ഈ കോളേജിലൊന്ന് റീ ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ അർഷിൻ എന്ന ഈ മകൻ അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ അഡ്മിഷൻ ഇപ്പോൾ ശരിയായി അല്ലേ? ഇനി വേറെ കോളേജിൽ. ഓക്കെ. അപ്പം ആ മകൻ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ റീ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ മനസ്സിൽ വന്നത് അല്ലേ? അപ്പോൾ അവിടെ അപ്ലൈ ചെയ്തിട്ട് അവിടെ ടൈം എടുക്കുന്നൊരു ഇതാണ് ആ കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. കൺസൾട്ടൻസി പറഞ്ഞത് ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. ബാക്കി എല്ലാ തടസ്സങ്ങളും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം പരിശുദ്ധം അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടും കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം പരിശുദ്ധമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.